ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിക്കീസ് ടിപ്സ് ആൻഡ് ടോക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫേസ് മാസ്കിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫേസ് മാസ്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ലേഡീസ് ഷോപ്പിലും ഒക്കെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ് അല്ലേ. പക്ഷെ നമ്മളത് വാങ്ങിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതിൽ എത്രത്തോളം നമുക്ക് വേണ്ട ആക്ടിവേറ്റഡ് ചാർക്കോൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജ് മാത്രം അതിലുണ്ടാവുള്ളൂ. ബാക്കി വരുന്നത് ഫുൾ ബേസും കെമിക്കൽസും പിന്നെ കുറേ പ്രിസർവേറ്റീവ്സും ഒക്കെ ആയിരിക്കും. കാരണം അത് കേടാവാതെ സൂക്ഷിക്കണ്ടേ. അപ്പോൾ അതിലും ഭേദം നമുക്ക് തന്നെ നല്ലൊരു ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ, ഒരു പ്യുവർ ആൻഡ് ഓർഗാനിക് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഒരു DIY ഫേസ് മാസ്ക് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇന്നത്തെ ഫേസ് മാസ്കിൽ ഞാനൊരു സ്കിൻ വൈറ്റനിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫേസ് മാസ്കിനെ ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ ക്ലേ വൈറ്റ് മാസ്ക് എന്ന് വിളിക്കാം. ഞാനിപ്പോൾ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് കിടക്കാം. ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് ട്രൈക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 100% ഓർഗാനിക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ. പിന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടും കിട്ടണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. 100% ഓർഗാനിക് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾ ഇതുവരെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ഫേസ് പാക്ക് ഇട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ ഇത്. കാരണം നമ്മളുടെ സ്കിന്നിലെ എക്സസ് ഓയിൽ വലിച്ചെടുക്കും. ഓപ്പൺ പോഴ്സ്, അതായത് സ്കിന്നിൻ്റെ സുഷിരങ്ങളിലൊക്കെ അടിഞ്ഞിരിക്കുന്ന പൊടിയും ഓയിലും ഒക്കെ വലിച്ചെടുക്കും. പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറിന്. ഓക്കെ, പിന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്കിന്നിലേക്ക് ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസില്ലേ, അതെല്ലാം ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ വലിച്ചെടുക്കും. അതായത് ശരിക്കും ഡീടോക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലിക്വറൈസ് പൗഡറാണ്. ലിക്വറൈസ് പൗഡറിൻ്റെ മലയാളം ഇരട്ടി മധുരത്തിൻ്റെ പൊടീനെയാണ് ഈ ലിക്വറൈസ് പൗഡർ എന്ന് പറയുന്നത്. ഇത് ആയുർവേദിക് ഷോപ്പിലൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഉറപ്പില്ല. ഇതും ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിയത്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇത് ഖാദി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇതും കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഓർഗാനിക് ആയിട്ടുള്ള ലിക്വറൈസ് പൗഡറാണ്. ലിക്വറൈസ് പൗഡറിൻ്റെ കാര്യം അറിയാലോ, നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊരു കഴിവ് ലിക്വറൈസ് പൗഡറിന് ഉണ്ട്. പിന്നെ പിമ്പിൾസ് വന്ന ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് മാർക്സ് ഒക്കെ പോകാൻ നല്ലതാണ്. കരിവാളിപ്പ് മാറാൻ നല്ലതാണ്. ഈവൻ സ്കിൻ ടോൺ കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറിൻ്റെ കൂടെ ചേരുമ്പോൾ നമുക്കൊരു സൂപ്പർ ഫേസ് പാക്കാണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു പേരിൽ നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി ഫേസ് പാക്ക് അവൈലബിൾ ആണ്. അതായത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ക്ലേ മാസ്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതിലൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതൊന്നും നമ്മളുടെ സ്കിന്നിന് ആവശ്യമില്ല. അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ആക്ടിവേറ്റഡ് ചാർക്കോൾ ക്ലേ മാസ്ക് അല്ലെങ്കിൽ ക്ലേ ഫേസ് മാസ്ക് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ 1 ടീസ്പൂൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എത്രത്തോളമാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ എടുത്തത് അതിൻ്റെ ഡബിൾ എമൗണ്ട് ലിക്വറൈസ് പൗഡർ ആഡ് ചെയ്യുക. അതായത് 2 ടീസ്പൂൺ ലിക്വറൈസ് പൗഡർ ആഡ് ചെയ്യുക. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അത് മിക്സ് ആവാൻ ആവശ്യത്തിന് റോസ് വാട്ടർ ആഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൈരും, നോർമൽ സ്കിൻ ആണെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലും മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, അത് കിട്ടുന്ന വരെ നമ്മൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ ക്ലേ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഫേസ് മാസ്ക് ഫേസിൽ ഇടാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഫേസ് നന്നായിട്ട് ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഫേസ് മാസ്ക് എടുത്തിട്ട് ഫേസിലും കഴുത്തിലും, ഏതൊരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫേസിലും കഴുത്തിലും ഈവൺ ആയിട്ട് ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ബ്രഷ് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, കൈകൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഈ ഫേസ് പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 3 ദിവസമൊക്കെ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും.
നമ്മളിത് മുഖത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം ഫേസിലൊന്ന് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഇട്ട ഉടനെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. സ്കിന്ന് നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുണ്ടാവും. നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അറിയാം നല്ല പോളിഷ് ആയ പോലെ ഉണ്ടാവും. പിന്നെ നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ കേസ് നമ്മൾ ഇട്ട ഉടനെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. പിന്നെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏതൊരു ഫേസ് പാക്കും അല്ലെങ്കിൽ നല്ലൊരു ഫെയർനെസ് ക്രീമും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. നമ്മളുടെ ആ ഒരു ഫെയർനെസ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബയോട്ടിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ ഇതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.